F-35 ഈ തിരുവനന്തപുരത്ത് കിടക്കുന്ന F-35 സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരു 17-അംഗ സംഘം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സംഘത്തിനെ എത്തിച്ചതിന് ശേഷം ആ എയർബസ് 400 തിരികെ പറന്നു പോയിട്ടുണ്ട്. സാങ്കേതിക വിദഗ്ധർ ഇവിടെ തുടരുന്നുണ്ട്. അവരിനി പരിശോധനകളൊക്കെ നടത്തും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നുണ്ട്. ചന്തു, ഇപ്പോൾ ഒരു 17-അംഗ സംഘം കൂടി എത്തിയിട്ടുണ്ട്. ഇനി എന്ന് മുതലാകും പരിശോധനകൾ തുടങ്ങുക? എങ്ങനെയാണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, പരിശോധനകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വന്ന ഈ എയർബസിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ഈ F-35B എന്ന യുദ്ധവിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ഹാങ്ങറിൽ വെച്ചാണ് ഈ വിദഗ്ധ സംഘം പരിശോധന നടത്തുക. പ്രധാനമായും ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് തിരിച്ച് പറന്നുയരാൻ കഴിയാത്തതെന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് വന്ന ഈ വിദഗ്ധ സംഘത്തിൽ ഈ വിമാന നിർമ്മാണ കമ്പനിയുടെ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പോൾ അവർ കൂടി ഉള്ള സാഹചര്യത്തിൽ ഈ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, യന്ത്ര തകരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അധികൃതരിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇനി ഒരുപക്ഷെ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ തന്നെ ഒരു കൂറ്റൻ ചരക്കു വിമാനം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും ലാൻഡ് ചെയ്യും. ആ വിമാനത്തിൽ ഈ F-35Bയുടെ ചിറകുകൾ അഴിച്ചു മാറ്റിയതിന് ശേഷം അതിനെ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ തകരാർ പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഈ അധികൃതർ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ 14-ാം തീയതി ഒരു പരീക്ഷണ പറക്കലിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്ത വിമാനം വളരെ അപ്പോൾ സാങ്കേതിക പിഴവുകളൊക്കെ മാറ്റി F-35 വീണ്ടും പറപ്പിക്കാൻ കഴിയട്ടെ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ദൗത്യം വിജയത്തിലേക്ക് എത്തട്ടെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പറഞ്ഞതുപോലെ 17-അംഗ സംഘം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ട്. ഈ F-35 സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ അവർ പരിശോധിച്ചും തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇനിയായിരിക്കും ഒരു തീരുമാനം വരെ. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് അവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമോ, അതോ ഇനി ഈ ചിറകുകളൊക്കെ അഴിച്ചു മാറ്റി കൊണ്ടുപോവുകയാണെങ്കിലും ഈ ചിറകുകളൊക്കെ അഴിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ഒരു കാർഗോ വിമാനത്തിൽ ഇതിനെ തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ F-35 സാങ്കേതിക വിദഗ്ധർ അവരുടെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് F-35 നമ്മൾ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അമേരിക്ക ഇന്ത്യക്ക് F-35 നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക വിദഗ്ധ സംഘമൊന്നും ഇന്ത്യയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം എയർക്രാഫ്റ്റ്, ഒരു പ്രീമിയം യുദ്ധവിമാനമാണല്ലോ, ഒരു വാർപ്ലെയിൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യ ഉള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയാലേ ഒരു പക്ഷേ അത് സെറ്റാവുകളുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി F-35 ഭാവി. തിരുവനന്തപുരത്ത് നിന്ന് അത് പോകുന്നുണ്ടോ, അതോ സ്വയം പറന്നു പോകുമോ, അതോ വിവിധ ഭാഗങ്ങളായി അതിനെ തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന്.